ബിഗ് ബോസ് സീസൺ 7 നെവിൻ തിരിച്ചു വന്നിട്ടുണ്ട്. നാണം കേട്ട തിരിച്ചു വന്നു, ഒരു മാപ്പ് പറഞ്ഞു, തിരിച്ചു കയറിയിട്ടുണ്ട്. ഇന്നലെ ഇത് തന്നെ സംഭവിക്കുമെന്ന് എനിക്ക് തോന്നിയിരുന്നു. പക്ഷെ എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, വരത്തില്ല എന്നൊരു ബോധം ഉണ്ടായിരുന്നു. സത്യത്തിൽ ഇത് എന്താണ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് ശരിക്കും പറഞ്ഞാൽ ഒരു പണിഷ്മെന്റ് പോലെ കൊടുത്തിട്ടുണ്ട്. ചുമ്മാ പോണമെന്ന് മോങ്ങുന്നവർക്കുള്ള ഒരു പണിയായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏതായാലും നാണം കെട്ട് സാറ് തിരിച്ചു കയറിയിട്ടുണ്ട്. ഒരു നാണവും ഇല്ലാത്തവനാണ് എന്നുള്ളൊരു തെളിവാണ്. പിന്നെ എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. പുറത്ത് പോയ ശേഷം പിന്നെ അനുവിനാണ് പൊതുജനത്തിന് കുറച്ച് അക്സെപ്റ്റൻസ് മനസ്സിലാക്കിയിട്ട് വന്നിട്ട് പെർഫോം ചെയ്യുമെന്നൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, പുള്ളി പുറത്തുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് പുള്ളിയുടെ വർത്തമാനത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. ഈ സ്ക്രിപ്റ്റഡ് ആണ് നമുക്കൊരു തോന്നലുണ്ടാക്കുന്ന ഒരു കാര്യമൊക്കെ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അതൊന്നും പുള്ളി ചെയ്യാത്തിടത്ത് ഉറപ്പായും ഇനി അനുവിനെ അങ്ങനെ പിടിക്കേണ്ട, പിടിച്ചു കഴിഞ്ഞാൽ പിടിച്ച് പുറത്താക്കും എന്നുള്ള പേടി കൊണ്ടാണ് ഇപ്പോൾ അനുവിനെതിരെ ഒന്നും പറയാതെ നിൽക്കുന്നത്. നെവിൻ തിരിച്ചു വന്നിട്ടുണ്ട്, കൂടി ഒരു പട്ടിയെ കൊണ്ടുവന്നു. ആക്ച്വലി എനിക്ക് ഈ പട്ടിയെ പറ്റി ഒന്നും പറയാനില്ല. എന്തെന്നറിയാമോ, ഇറ്റ്സ് എ വേസ്റ്റ്. സീരിയസ്ലി അതെ, എന്തൊരു ക്യൂരിയസ് ആയിട്ട് എല്ലാവരും നോക്കുന്നുണ്ട്. ഇപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നൊക്കെ നമ്മളിങ്ങനെ ക്യൂരിയസ് ആയിട്ട് നോക്കുന്നുണ്ട്. അതിൻ്റെ ഒന്നും ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ സീസൺ നന്നായി തന്നെ പോകുന്നുണ്ട്, അത്യാവശ്യം നന്നായി പോകുന്നുണ്ട്. ഇതിനകത്തേക്ക് ആ പട്ടിയും കൂടെ കൊണ്ടുവന്നിട്ട് ഉള്ള ആ ഒരു പിന്നെന്താ ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ പക്വത നശിപ്പിക്കാനായിട്ട് ചൈൽഡിഷ് ആയിട്ട് ആക്ട് ചെയ്തതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല പട്ടിയുടെ കേസ്. ബാക്കി നെവിൻ തിരിച്ചു വന്നു, ആ വിവരം പറഞ്ഞാണ്. കുറച്ച് ലേറ്റ് ആവാനുള്ള കാരണം ഞാൻ കുറച്ച് തിരക്കുകളിലായിപ്പോയി, ഗസ്റ്റൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ എനിവേ വിഷയത്തിലേക്ക് വരാം. നവീൻ്റെ തിരിച്ചുവരവ് ഏറ്റവും കൂടുതൽ സമാധാനം കൊടുത്തിരിക്കുന്നത് അനുമോൾക്ക് തന്നെയാണ്. കാരണം മറ്റുള്ളവരെ ആക്രമിക്കാൻ ചാൻസ് ഏറ്റവും കൂടുതലുള്ളത് അനുമോളെയാണല്ലോ. അപ്പോൾ അനുമോൾ നല്ല പേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഡിസ്കഷനൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഇതിനകത്ത് അക്ബർ ഖാൻ ഏറ്റവും ഇറിറ്റേറ്റിംഗ് ആയ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ വേണമെങ്കിൽ പറയുക ഒരു സ്ട്രാറ്റജി അല്ലേ, ബിഗ് ബോസിന് ആവശ്യമായ കണ്ടന്റ് കൊടുക്കാൻ പറ്റിയ ഒരു വ്യക്തിയല്ലേ അക്ബർ ഖാൻ എന്ന് പറയും. പക്ഷെ ഒരാളെ കോൺസ്റ്റന്റ്ലി ഇങ്ങനെ പ്രൊവോക്ക് ചെയ്യുന്നത് നല്ല ഒരു പരിപാടിയല്ല. അയാൾക്കൊരു വ്യക്തിത്വം ഇല്ലേ, അയാളുടെ വ്യക്തിത്വമാണ് അവിടെ കാണിക്കുന്നത്. ചൊറിയൻ പുഴു എന്നാണ് എനിക്ക് അവനെ വിളിക്കാനുള്ള പേര്. സത്യം പറഞ്ഞാൽ അവൻ്റെ ചൊറിയനാണ്. അവനെ വേട്ടപ്പട്ടി എന്ന് തന്നെ വിളിക്കണം. അത് കുറച്ച് ഹാഷായി പോയതുകൊണ്ട് ഞാൻ ചൊറിയൻ പുഴു എന്നാണ്. പുഴുവാണ് അവൻ, അത്രയേ ഉള്ളൂ. കീടം, അതിൻ്റെ വിലയെ അവന് കൊടുക്കാൻ പറ്റുള്ളൂ. അത്രത്തോളം മോശമായിട്ടാണ് അക്ബർ അവിടെ കിടന്ന് പെർഫോമൻസ് കാണിക്കുന്നത്. പാട്ട് പാടുക എന്ന് പറഞ്ഞാൽ ഗാനം എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് മുമ്പുള്ള കുറേ ഇതൊക്കെ അറിയാമല്ലോ, ചാക്യാർകൂത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അതിൽ കൂടെയൊക്കെ തമാശ നർമ്മരൂപേണ നമ്മൾ പലതും അവതരിപ്പിക്കും. പക്ഷേ ഇത് നർമ്മമല്ല, ഇതിനകത്ത് അവഹേളനമാണ് കൂടുതലുള്ളത്. ആ അനുവിനെ ഇട്ട് ആക്രമിക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങളൊക്കെ എനിക്ക് അനുവിനോട് വിയോജിപ്പുണ്ട്. പക്ഷേ അനുവിനെ അക്സെപ്റ്റ് ചെയ്യാനും ഇഷ്ടപ്പെടാനുമുള്ള കാരണങ്ങൾ ഇവറ്റുകൾ ഇട്ട് കൊടുക്കുകയാണ്. കിളി പോയോ എന്തോ, ബോധം പോയോ എന്തോ എല്ലാത്തിനും. ഇവർ കാണിക്കുന്ന ഈ പെർഫോമൻസ് കൊണ്ട് തന്നെ അവർക്ക് അക്സെപ്റ്റൻസ് കിട്ടുമെന്നുള്ള കോമൺ സെൻസ് ഇല്ല. കഴിഞ്ഞു മീൻസ് അവർക്ക് മറന്നു കഴിഞ്ഞു പുറത്തൊരു ലോകം ഉണ്ടെന്നുള്ള കാര്യം അവർ മറന്നു. ഇപ്പോൾ അവർ ശരിക്കും റിയലായിട്ട് പോവുകയാണ്. ഇതുവരെ അവർ അലർട്ടായിരുന്നു, വിജിലൻ്റ് ആയിരുന്നു. ഇപ്പോൾ അവർക്ക് ആ വിജിലൻസ് ഒക്കെ പോയി. ഇപ്പോൾ എല്ലാം കൂടെ ചേർന്നിട്ട് തരികിട ബഹളം തന്നെയാണ് അവിടെ നടക്കുന്നത്. ഇതിനകത്ത് ഇത്രയും നേരമായിട്ട് എനിക്കൊന്നും പറയാനായിട്ട് തോന്നാത്തതിൻ്റെ റീസൺ പ്രത്യേകിച്ചൊരു കണ്ടന്റൊന്നും അതിനകത്ത് എനിക്ക് ഫീൽ ചെയ്തില്ല. ജിസേലിൻ്റെ ഒരു ഇഷ്യൂ അവിടെ സീരിയസ് ആയിട്ട് സംസാരിക്കപ്പെടുന്നുണ്ട്. പക്ഷെ അത് പുറത്തേക്ക് കൊടുക്കുന്നില്ല. അത് നല്ലൊരു സൂപ്പർ ഐഡിയ ആണെന്നും കമൻസ് ആണ്, ഞാൻ ലൈവ് സെഷൻ കാണുന്നുണ്ട്, അതിനകത്ത് വരുന്ന കമൻ്റാണ് വായിക്കുക. അപ്പോൾ കമൻറ്റിനകത്ത് വന്ന കുറച്ച് കാര്യങ്ങൾ, വീട്ടിലൊരു സംഭവം നടന്നിട്ട് അവർ പുറത്ത് പറയുന്നില്ല, പുറത്തുള്ളവരുടെ മൂവി കരയാൻ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ വേറെ രീതി മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടല്ലോ. ഒരു വീട്ടിലൊരു മരണം നടക്കുന്നത് സ്വാഭാവികമായിട്ടും വിഷമം ഉണ്ടാക്കുന്ന കാരണമാണ്. ക്വിറ്റ് ചെയ്യാൻ പോവുക, അതല്ലേ നല്ലത്. പക്ഷേ അത് അപ്പുറത്ത് അറിയരുതെന്നും അതറിഞ്ഞാൽ അവിടുന്ന് വേറെ രീതിയിൽ അറ്റാക്ക് വരുമെന്നും ഒക്കെ ഉള്ളതല്ലേ ഉദ്ദേശിക്കുന്നത്. അതങ്ങനെ വരുള്ളൂ, അതങ്ങനെ പാടുള്ളൂ. ഇത് ഈ ചില കാര്യങ്ങൾ മുൻപൊക്കെ ആയിരുന്നു, പിന്നെ ഇപ്പോൾ കൂടെ കിട്ടുന്നുണ്ട്. ജിസേലാണ് ഏറ്റവും കൂടുതൽ അനുമോളെ ടാർഗറ്റ് ചെയ്യുന്നത്. ജിസേലിന് മേക്കപ്പ് സെറ്റ് വേണം. ജിസേലിൻ്റെ ആ മുഖത്തുള്ള വൈരൂപ്യം പുറത്തേക്ക് വരുന്നതിനോട് ജിസേലിന് എഗൻസ്റ്റ് ആണ്. ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് അനുമോളെ അവർ ടാർഗറ്റ് ചെയ്യുന്നത്. അനുമോള് ചപ്പാത്തി എടുക്കുകയോ അങ്ങനെ ഇല്ലയോ അങ്ങനെ അതെന്തോ ആവട്ടെ, അവരെ കള്ളി എന്ന് വിളിച്ചപ്പോൾ അവർക്കുണ്ടായ ഒരു വേദന, അതിനെപ്പറ്റി ഒരു ഡിസ്കഷൻ ഉണ്ട്. തിരിച്ച് അവൾ ചെയ്തത് എത്ര വലിയ കള്ളമാണ്. കൂട്ടമുള്ളവർക്ക് കൊടുക്കാതെ കൊണ്ട് ഒളിച്ചു വെച്ച് കുടിക്കുന്നത് ഒരു കള്ളത്തരമല്ലേ. കാപ്പി കൊണ്ട് ഒളിച്ചു വെച്ച് അവൾ മാത്രം അത് ഉപയോഗിക്കുന്നു, മറ്റുള്ളവർ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുന്നില്ല, അത് തെറ്റല്ലേ. വിശക്കുമ്പോൾ നമ്മളൊരു ഭാഗം എടുക്കുന്നത് പോലെയാണോ മറ്റത്? പർപ്പസ്ലി കൊണ്ട് ഒളിച്ചു വെച്ചിട്ട് എടുത്ത് കുടിക്കുന്നില്ല. അപ്പോൾ ആ വ്യത്യാസം അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പം ജിസേൽ എന്ന വ്യക്തിയോട് ഒരു സിമ്പതിയും എനിക്ക് തോന്നിയിട്ടില്ല, തോന്നാറുമില്ല. ഇറിറ്റേഷനാണ് എനിക്ക് ആ സ്ത്രീ തുറക്കുമ്പോൾ തോന്നുന്നത്. ആൻഡ് ദ ലാംഗ്വേജ് മീഡിയമാണ്. നമ്മൾ ഭാഷകൾ എന്ന് പറയുന്നത് ഇറ്റ്സ് എ മീഡിയം. നമുക്ക് മറ്റുള്ളവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു മീഡിയം മാത്രമാണ്. എൻ്റെ ഭാഷയും ശരിയാണെന്ന് ഞാൻ പറയത്തില്ല. കാരണം എനിക്ക് പ്രോപ്പറായിട്ട് മലയാളം അറിയില്ല, പ്രോപ്പറായിട്ട് തമിഴ് അറിയില്ല, പ്രോപ്പറായിട്ട് ഇംഗ്ലീഷ് അറിയില്ല, ഹിന്ദി അറിയില്ല. പക്ഷേ ഇതെല്ലാം അറിയാം.
ഇതിൻ്റെ എല്ലാം കൂടെ ഒരു മിക്സ്ചറാണ് ഞാൻ സംസാരിക്കുന്ന ഭാഷ. അത് എൻ്റെ ഒരു മിസ്റ്റേക്ക് തന്നെയാണ്. എല്ലാത്തിലെയും അരകുറയെ അറിയുള്ളൂ. ആ അരകുറ വെച്ചിട്ട് മൊത്തത്തിൽ ഒരു കൺഫ്യൂഷൻ അടിച്ച് വർത്താനാണ് ഞാനും പറയുന്നത്. ലാംഗ്വേജ് ഒരു മീഡിയം മാത്രമായിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അതൊരു സ്ട്രിക്റ്റ് സ്ട്രോങ് ആയ ഒരു സംഗതിയാണെങ്കിൽ ഒന്നിൽ സ്റ്റിക്ക് ചെയ്യും, മറ്റൊരു ഭാഷ ഉപയോഗിക്കത്തില്ല. അങ്ങനെ ചെയ്യാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് വലിയൊരു ഗ്രേറ്റ് തിങ് ആണ്. നമുക്കിടയിൽ ഇപ്പോഴത്തെ ഒരു വ്യവസ്ഥയിൽ നമ്മളുടെ കൂടെയുള്ളവരൊക്കെ എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പോൾ അവരൊക്കെ സംസാരിക്കുമ്പോൾ കൂടുതൽ കയറി വരിക ഇംഗ്ലീഷാണ്. അപ്പം ഒബിയസ്ലി നമ്മളും അത് പറഞ്ഞു തുടങ്ങും. അതാണ് അതിൻ്റെ സംഗതി. നമ്മളാരും ജനിച്ചപ്പോഴേ മലയാളം, ഇംഗ്ലീഷോ, തമിഴോ, ഹിന്ദിയോ ഒന്നും പറഞ്ഞു ജനിച്ചവരല്ല. എന്ത് ലാംഗ്വേജ് നമുക്ക് ചുറ്റും സംസാരിക്കുന്നു അതാണ് നമ്മൾ പഠിക്കുക. ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയും അതായിരിക്കും. അത് നമ്മളുടെ ആ ചുറ്റു ഉള്ള ഒരു ഇത് വെച്ചിട്ടാണ്. അപ്പം ഈ ജിസേലിൻ്റെ ഭാഷ പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത്. ജിസേൽ എന്ന വ്യക്തി ഉപയോഗിക്കുന്ന ഭാഷ അത് ഇംഗ്ലീഷ് ആണെങ്കിലും അത് ഹിന്ദി ആണെങ്കിലും അവരെന്ത് ഭാഷ ഉപയോഗിക്കുന്നെങ്കിലും അതിനകത്തുള്ള ആ ലാംഗ്വേജിനെ പറ്റി അവർക്ക് കൃത്യമായിട്ട് ബോധ്യം വേണ്ടേ. ഈ ഒരു ഭാഷ ഞാൻ ഉപയോഗിക്കുമ്പോൾ, ഇതിനകത്തുള്ള ഏറ്റവും ഹാഷായ വേർഡ് ഞാൻ ഉപയോഗിക്കുമ്പോൾ അത് പൊതുജനം വിലയിരുത്തുമെന്ന് മനസ്സിലാക്കേണ്ടത്. മലയാളികൾ പൊട്ടന്മാര പോഴന്മാര, മലയാളികൾക്ക് കൂതറ, പുഴു, അട്ട, ബുട്ട ഇതൊക്കെ മനസ്സിലാവുള്ളൂ. ഇംഗ്ലീഷ് മനസ്സിലാകും. റെഡിക്കുലസ്, നോൺസെൻസ്, സ്റ്റുപ്പിഡ്, വാട്ട് കൈൻഡ് ഓഫ് ലാംഗ്വേജ് ഈസ് ദാറ്റ്? അടുത്ത് നിൽക്കുന്ന പേഴ്സൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കാതെ അവരെ ഏറ്റവും കൂടുതൽ മിസ്ലീഡ് ചെയ്യാനും മിസ്യൂസ്, അതായത് ബാഡായിട്ട് അവരെ മറ്റുള്ളവരുടെ മുമ്പിൽ ഷോ കാണിക്കാനും വേണ്ടിയിട്ട് ഏറ്റവും റോങ് ആയ വേർഡ്സാണ് അവർ ഉപയോഗിക്കുന്നത്. ഇപ്പം നമ്മൾ കോമൺലി ഇംഗ്ലീഷുകാരുടെ ഏറ്റവും വലിയ ലാംഗ്വേജ് FUCK ആണ്. ഇത് നമ്മളിവിടെ പറയുമ്പോൾ എന്ത് വൾഗറാണെന്ന് ആലോചിച്ച് നോക്കും. ഇപ്പം എല്ലാ പിള്ളേരൊക്കെ അത് പറയാൻ കൊണാന്ന് പറയുന്നുണ്ട്. അത് തന്നെയാണ് അവരുപയോഗിക്കുന്ന FUCK. നമ്മളത് കൊണയെന്ന് പറയുന്നത്. ഇത് ലാംഗ്വേജിലുള്ള പ്രശ്നമാണ് ഞാൻ പറയുന്നത്. ഈ ഒരു കാര്യത്തിൽ അവൾ ഇംഗ്ലീഷ് ഉപയോഗിച്ചാലും മലയാളം ഉപയോഗിച്ചാലും വളരെ റോങ് ലാംഗ്വേജാണ് ജിസൽ അവിടെ ചെയ്യുന്നത്. അത്രയൊന്നും അനു ചെയ്യുന്നില്ല. അനുവിന് അത്രത്തോളം അറ്റാക്ക് ഉള്ളത് കൊണ്ടാണ് അനു തിരിച്ച് റിയാക്ഷനിലൂടെ അങ്ങനത്തെ കാര്യങ്ങൾ പറയും. ഇമോഷണൽ ഡിസ്ചാർജ് ആണ് ആ വരുന്നത് എന്നാണ് പറയുന്നത്. ന്യായീകരണമല്ല. രണ്ടുപേരെ ന്യായീകരിക്കുക, രണ്ടുപേരെ ഭാഗത്തുമുള്ള മിസ്റ്റേക്കുകളാണ് പറഞ്ഞത്. അനു എന്ന് പറയുന്ന വ്യക്തി ഗ്രൂപ്പ് അറ്റാക്കിന് ഇരയാക്കപ്പെടുന്നുണ്ട്, മെൻ്റലി വല്ലാണ്ട് അബ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ഒരു കുട്ടിക്ക് ആ സമയത്ത് രക്ഷകയായിട്ട് നിൽക്കുന്നത് ആ ഒരു പൊട്ടിത്തെറിയും അത്തരത്തിലുള്ളൊരു ഭാഷാപ്രയോഗവുമാണ്. അപ്പുറത്ത് ജിസേലിന് അവൾ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന വൾഗർ ലാംഗ്വേജ് ആണ് നിങ്ങൾ കാണുന്നത്. ആ വ്യത്യാസമാണ് അവിടെ പറഞ്ഞത്. പിന്നെ തുടരെയുള്ള കുറേയധികം ടാസ്കുകളുണ്ട്. അതിൻ്റെ പിന്നെ ഈ ജയിൽ നോമിനേഷൻ ടാസ്ക് ഒന്നും പറയല്ല, ചാൻസേ ഇല്ല. സൂപ്പർ. പലരും ഇത് ജയിൽ ടാസ്ക് ആണോ എന്ന് പോലും മറന്നു പോകുന്നുണ്ട്. ആ ടാസ്കിന് വേണ്ടിയിട്ട് നോമിനേറ്റ് ചെയ്യുന്നതാണോ എന്നുള്ളത് മറന്നു പോയിട്ട് അവിടെ സംഗതിയാണ്. ഗ്രൂപ്പിസം ഇൻ ദ പീക്ക് ഭയങ്കരമായിട്ട് അങ്ങ് കയറി നിൽക്കുകയാണ്. അവനവൻ്റെ ഭാഗത്തുള്ള ശരികളാണെന്ന് തെറ്റിദ്ധരിച്ചു കൊണ്ട് പിടിച്ചു നിൽക്കുന്നവർക്ക് ഈ ശനിയും ഞായറും ഓണമായിരിക്കും. നല്ല ഫസ്റ്റ് ക്ലാസ് ഓണം കൊടുക്കാനുള്ള സംഗതിയുണ്ട്. ഇത് ലാലേട്ടൻ എങ്ങനെ പ്രസൻറ്റ് ചെയ്യുമെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ ഓണത്തിനുള്ള സംഗതി ഒപ്പിച്ചു വെച്ചിട്ടുണ്ടല്ലാണ് അവിടെ ചേർന്നിട്ട്. എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അനുമോൾക്കിട്ട് തട്ട് കിട്ടുമെന്നാണ്. അനുമോളുടെ ലിപ്പ് ഉരച്ചതിനെ ഒന്നും കൂടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി സ്വന്തം ലിപ്പ് വീണ്ടും കീറി മുറിക്കുന്ന ജിസേലിനെയാണ് നമ്മൾ കാണുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, അനുമോളും ജിസേലും തമ്മിലുള്ള വ്യത്യാസം. ജിസേൽ എന്നതൊരു ക്രൂക്കഡ് മൈൻഡുള്ള ഒരു ക്രിമിനൽ സ്ത്രീയാണ്. മറ്റത് അവളുടെ ഭാഗം തെളിവായി കൊണ്ടുവന്ന് വെച്ച് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും ആ ഒരു ഗെയിം ഷോ എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അനുമോൾ എന്ന് ഞാൻ പറയും. വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ ജയിൽ ടാസ്കിൽ നോമിനേറ്റ് ചെയ്ത ആൾക്കാരെ നമ്മളൊന്ന് കൺസേൺ ചെയ്യാം. ഒത്തിരി പേരുണ്ടാവും, ഞാൻ അതിൻ്റെ ഡെപ്തിലേക്കൊന്നും പോകുന്നില്ല. ജയിൽ ടാസ്കിൽ നോമിനേഷനിൽ ഇവർ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആരൊക്കെയാണ്? ശൈത്യയിലൂടെയാണ്. ശൈത്യയുടെ കൂടെ നിൽക്കുന്നുണ്ട്, പിന്നെ ആദിലയ്ക്കൊപ്പം, നൂറയ്ക്കൊപ്പം, ഇവരെയൊക്കെയാണ് സത്യത്തിൽ ചേർന്ന് നിൽക്കുന്നത്. പക്ഷേ അനുമോള് ആദിലയാണ് പറഞ്ഞത്. എന്തുകൊണ്ട് പറഞ്ഞു? ആദില ശരിയല്ലാത്തത് കൊണ്ടാണോ? അവളുടെ സുഹൃത്തല്ലാത്തത് കൊണ്ടാണോ? ശൈത്യ അവളുടെ സുഹൃത്തല്ലാത്തത് കൊണ്ടാണോ? എന്തുകൊണ്ട് അവർ രണ്ടുപേരുടെയും പേര് പറഞ്ഞു? അനു സ്ട്രോങ് ആണെന്നുള്ളതിൻ്റെ ഒരു തെളിവ്. അതായത് അവർക്ക് ഇതിനകത്തൊന്നും ഒരു താല്പര്യവും ഇല്ല. അതായത് ഈ ഗ്രൂപ്പിസം, ഫ്രണ്ട്, ഇതൊന്നും അവരെ ബാധിക്കുന്ന വിഷയമല്ല. അവർ ഗെയിമിൻ്റെ കാര്യത്തിൽ ഷാർപ്പാണെന്നുള്ള തെളിവാണ് ജയിൽ നോമിനേഷന് അനു നോമിനേറ്റ് ചെയ്ത ശൈത്യ അതിനുശേഷം വന്നൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. ദയർ അനു. ആ ഒരു കണ്ടസ്റ്റന്റ് മൗനമായിരുന്നു. തൻ്റെ നിഴലായി നിൽക്കുന്നു എന്നുള്ള പേര് മാറ്റി കൊടുക്കാൻ അനുവിൻ്റെ ആ ഒരൊറ്റ നോമിനേഷൻ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ്. ശൈത്യ പിന്നെ ബ്രാസ്റ്റ് ഔട്ടാണ്. എന്താ പെർഫോമൻസ്! സൂപ്പറായിട്ട് അവളത് കാര്യം പറഞ്ഞു വെക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, അനു നല്ലൊരു പ്ലെയറാണ്. നിങ്ങൾ കാണുന്ന സീരിയൽ ആക്ടർ അല്ല അവൾ, സീരിയൽ ആക്ട്രസേ അല്ല. അവൾക്ക് കളി അറിയാം. അവൾ ഗെയിം അറിഞ്ഞ് തന്നെ നിൽക്കുകയാണ്. അവൾ സ്ട്രോങ് ആണ്, മെൻ്റലി സ്ട്രോങ് ആണ്. ആ കരയുന്നത് അവൾക്ക് അവളെ കംഫർട്ട് ചെയ്യാനുള്ള ഒരു സൊല്യൂഷൻ മാത്രമാണ്.
അവൾ മറ്റുള്ളവരെ കാണിക്കാനും അല്ല കരയുന്നത്. ഫസ്റ്റ് തിങ് എനിക്ക് അങ്ങനെ തോന്നിയിരുന്നു. പക്ഷേ ഇപ്പം അതല്ല. ഷീ ഈസ് സ്ട്രോങ് ഇനഫ് ടു ഫേസ് എനിത്തിങ്. അവൾ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് നല്ലൊരു എതിരാളിയാണ്. ആൻഡ് ഇപ്പോൾ ജയിൽ നോമിനേഷനിൽ വന്നിരിക്കുന്ന രണ്ടുപേരാരൊക്കെയാണ്? അനീഷും അനുവുമാണ്. അനീഷും അനുവും തന്നെയാണ് ഫൈനൽ വരെ നിൽക്കാനും ചാൻസ് ഉള്ളത്. ഇവർ രണ്ടുപേരിൽ ഒരാൾ തന്നെയാണ് വിന്നറും. ഈ രണ്ടുപേരാണ് അവിടെ സ്ട്രോങ് ആയി കളിക്കുന്നത്, കാര്യം മനസ്സിലാക്കി കളിക്കുന്നത്, ബിഗ് ബോസ് ഷോ എന്താണെന്ന് മനസ്സിലാക്കി കളിക്കുന്ന രണ്ട് വ്യക്തികൾ ഇവർ രണ്ടുപേരും തന്നെയാണ്. ഇവരെ ടാർഗറ്റ് ചെയ്യുന്നവർ മനസ്സിലാക്കി കൊടുക്കുക, നിങ്ങൾ നിങ്ങളുടെ കുഴിയാണ് തൂണ്ടുന്നത്. അത് അവർക്ക് മനസ്സിലാകത്തില്ല. ഇനി പുറത്തേക്ക് പോയ നെവിൻ വന്നിട്ട് കാണിക്കുന്ന പെർഫോമൻസ്, അയാൾ വന്നിരിക്കുന്ന കൂട്ട് മറ്റവരുടെ അടുത്തേക്ക് തന്നെ ആകുമ്പോൾ അയാൾക്ക് പുറത്തുനിന്ന് ഒരു ഇൻഫർമേഷനും കിട്ടിയിട്ടില്ല. അയാൾ ജസ്റ്റ് പുറത്തായി അവിടെ സൈലന്റ് ആയിട്ടിരുന്നു. അയാളെ വീണ്ടും കൊണ്ടുവന്ന് ആക്കി കൊടുത്തു എന്നതിനപ്പുറം അതിനകത്തൊരു സ്ക്രിപ്റ്റും നടന്നിട്ടില്ല. ഇതുവരെയും അയാൾ അനുവിന് വേണ്ടി സപ്പോർട്ടീവായി സംസാരിച്ചിട്ടില്ല. പക്ഷെ അനുവിനെ പോയി അയാൾ ഹഗ് ചെയ്യുന്നു. ബിക്കോസ് അവന് മനസ്സിലായി അവൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ബിഗ് ബോസ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. അപ്പോൾ ബിഗ് ബോസ് ഫേവർ ചെയ്യുന്നുണ്ട് അനുവിന് എന്ന്. ബിഗ് ബോസ് അങ്ങനെ ഫേവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആ പുറത്തു നിന്നുള്ള ആളുകളുടെ വോട്ടിനെ റിലേറ്റ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ അവരുടെ കമൻസിനെ റിലേറ്റ് ചെയ്തിട്ടാണ്. ദ കമൻസ് ഓൾവേസ് അനുകൂലിക്കുന്നത് അനുവിനെയാണ്. അതാണ് അവിടെ നടക്കുന്ന പ്രശ്നം. അപ്പം സൗഹൃദ ബന്ധങ്ങൾ ഇതിനകത്തില്ല. സൗഹൃദങ്ങളല്ല ഇവിടെ മുൻപോട്ട് കൊണ്ടുവരണം. ഇൻഡിവിജ്വലായിട്ട് നിൽക്കണം, ഈ പ്ലേ സക്സസ് ചെയ്യണം എന്ന് ബോധ്യപ്പെട്ടിട്ടുകൊണ്ട് കളിക്കുന്ന പെർഫോമൻസ് അനുവിൻ്റെ വക സൂപ്പറോ സൂപ്പർ. അതുകൊണ്ടാണ് അനു ശൈത്യയെ നോമിനേറ്റ് ചെയ്തത്. അത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് ആദിലയെ നോമിനേറ്റ് ചെയ്തത് അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. അവർ രണ്ടുപേരുമാണല്ലോ ഏറ്റവും കൂടുതൽ അവൾക്ക് വേണ്ടിയിട്ട് നിൽക്കുന്നത്. അപ്പോൾ അവർ രണ്ടുപേരെ നോമിനേറ്റ് ചെയ്തപ്പോൾ അനുവിൻ്റെ പ്ലേ അവിടെ വ്യക്തമാണ്. എന്നാൽ അതിനുശേഷം അവർ തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ടാകുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തു. അതില്ല. അപ്പോൾ അത് അവരുടെ വെൽ പ്ലേ ഗെയിമാണ്. സൂപ്പറായിരുന്നു. ഇപ്പുറത്തുള്ളവർക്ക് ഒരു സ്പേസ് പോലും കൊടുക്കാതെ, അവിടെ ഒരു ഗ്രൂപ്പിസത്തിനകത്ത് ഇൻവോൾവ്ഡ് ആകാതെ കൃത്യമായി നിന്നുകൊണ്ട് പ്ലേ ചെയ്യുന്ന അനുവിനാണ് എൻ്റെ വോട്ട്. ഞാനത് തീരുമാനിച്ചായിരുന്നു. അനുവിന് തന്നെയാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഒരു വിഷയത്തിൽ എനിക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ്. പിന്നെ അല്ലറ ചില്ലറ കുരുത്തക്കേടുകൾ, ബഹളങ്ങൾ, അക്ബർ എന്ന് പറയുന്നത് ഒരു കീടമാണെന്ന് മനസ്സിലായി. ഇതിനകത്ത് വലിയൊരു ഒരു വലിയ കോമഡി നടന്നിട്ടുണ്ട്. രേണു, അത് ഞാൻ തനിയൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് ഇവിടെ പറയുന്നില്ല. രേണുവിൻ്റെ കോമഡി നമുക്ക് തനിച്ചൊരു വീഡിയോയിൽ കേൾക്കാവുന്നതാണ്. ആദില അനീഷിനെ പറ്റി പറഞ്ഞൊരു കാര്യം, ആദിലയ്ക്ക് കളി അറിയില്ല, പക്ഷേ നൂറയ്ക്ക് കളി അറിയാം. ആദില കുറച്ചുകൂടെ സെൻസിറ്റീവായിട്ടാണ് കാര്യങ്ങൾ എടുക്കുന്നതെന്ന് തോന്നുന്നു. നൂറ അക്കിഡിലോസ്കി എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല, പൊളിച്ചു എന്നേ പറയാനുള്ളൂ. അനീഷിനെ പറ്റി ഒരു എക്സ്പ്ലനേഷൻ ആദില കൊടുക്കുന്നുണ്ട്. പട്ടഫോക്കാണ്. എന്താണെന്ന് വെച്ചാൽ അങ്ങനെയല്ല, അതങ്ങനെയല്ല. അത് മനസ്സിലാക്കിയത് ദീദിയുടെ കുഴപ്പമാണ്. അതായത് ഈ ഒരു കിച്ചൺ ടീം രൂപീകരിക്കുന്നു. ആര്യനാണ് ഈ ആദിലയും അനീഷിനെയും കൊണ്ട് അത് ഗൈഡ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത്. 3 പേരും തുല്യരാണ്. അവിടെ ഓരോ ഇൻഡിവിജ്വലിനും ഓരോ പേഴ്സണാലിറ്റിക്കും ഓരോ രീതിയിലുള്ള അക്സെപ്റ്റൻസ് ആണ്. പക്ഷേ എല്ലാവരും ഈക്വലാണ് ഇൻ ഫ്രണ്ട് ഓഫ് ബിഗ് ബോസ് അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ മുമ്പിൽ. അവിടെ ആര്യൻ കാണിച്ച പെർഫോമൻസ് ഉണ്ടല്ലോ, അത് ഭയങ്കര റോങ് ആണ്. അത് മനസ്സിലാക്കാൻ കഴിയാതെ പോയത് ആ ഒരു സംഗതിയെ സില്ലിയായിട്ട് അതിലെടുത്തത് കൊണ്ടാണ്. എന്നിട്ട് അനീഷ് ഇത് കൊളവാക്കും എന്ന് പറയുമ്പോൾ അനീഷ് വാസ് റൈറ്റ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം 3 പേരും കൂടെ ചേർന്ന് നടത്തണം. അവൻ ക്യാപ്റ്റൻ ആണെന്ന്, അവൻ അധികാരിയാണെന്നല്ല, അത് ഗൈഡ് ചെയ്യാനുള്ളൊരു പവർ അവനുണ്ട്, മാനേജിങ് കപ്പാസിറ്റി അവനുണ്ട്. അതുകൊണ്ട് അവൻ മാനേജർ. ഒരു കമ്പനിയിലേക്ക് നമ്മൾ 5 പേര് ജോലിക്ക് പോകുന്നു. ഒരുത്തൻ മാനേജർ, ഒരുത്തൻ സ്വീപ്പർ. ഇവരെല്ലാവരും ഈക്വലാണ്. ലേബർ അവർക്ക് അത് ആര് പണി തന്നോ അവർക്ക് ഈക്വലാണ്. ഒരാളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ട് ഒരാൾക്ക് ഹയർ പൊസിഷൻ കിട്ടുന്നു എന്നതിനപ്പുറം ഇവരെല്ലാം ഈ 5 പേരും അദ്ദേഹത്തിന്റെ തൊഴിലാളികളാണ്. അപ്പോൾ ആ താഴ്ന്നവനെ കൂടുതൽ തലയിൽ കയറാൻ പോയാൽ തീരുമാനം എടുക്കേണ്ട ഉത്തരവാദിത്തം മോലാളി ആ തീരുമാനം എടുക്കും. മോലാളി എന്ന് പറഞ്ഞാൽ ബിഗ് ബോസാ. അത് അങ്ങേരെ എടുത്തോളൂ. നിങ്ങളെ ഒരു പണി ഏൽപ്പിച്ചു, മാനേജറുടെ പണി അവരെ കൊണ്ട് പണി എടുപ്പിക്കുക എന്നുള്ളതാണ്. അക്കൂടെ മാനേജർക്കും ഒരു പണിയുണ്ട്, ആ പണി ചെയ്യണം. മാനേജർ ഒന്നും ചെയ്യാതെ ഞാൻ കയ്യും കെട്ടി നിങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നതാണ്. അതല്ല അവിടെ ബിഗ് ബോസ് കൊടുത്ത അല്ലെങ്കിൽ മറ്റേ ക്യാപ്റ്റൻ കൊടുത്ത ഉത്തരവാദിത്തം. പിന്നെ ഇതിനകത്തുള്ള അപ്പാനി ശരത്ത്, ഫീലിംഗ് വെരി പിറ്റി. അയാളുടെ ഫാമിലിയോട് പുച്ഛം മാത്രം, അത്രയേ ഉള്ളൂ. ആ പെണ്ണ് സത്യത്തിൽ തലയിൽ തുണിയിട്ട് നടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ട് അപ്പാനി ശരത്ത്. ഒരു സിമ്പതിയും അർഹിക്കാത്ത വെറും ഡേർട്ടി പ്ലേ കളിക്കുന്ന അപ്പാനി ശരത്താണ് ഏറ്റവും മോശമെന്ന് ഞാൻ പറയും. അനുവിന്റെ തലയിലേക്ക് കയറുന്ന ഒരു വൃത്തികെട്ടവൻ. എന്തിനാണ് ആ പെണ്ണിന്റെ തലയിൽ കയറുന്നത്? ഇതെന്താ പ്രശ്നം എന്നറിയാമോ? നമുക്കൊപ്പം നിൽക്കുമ്പോൾ നമ്മളെ അടിമയെ പോലെ ചിലർ നിൽക്കും. നമ്മുടെ കൂടെ നിൽക്കുമ്പം ഭയങ്കര സ്നേഹം കാണിച്ച് നമ്മളെ ഭയങ്കര അടിമയായിട്ട് നിൽക്കുമ്പോൾ നമുക്കൊരു തോന്നൽ വരും. സ്വാഭാവികമായി മിക്കവാർക്കും തോന്നുകയാണ്, എൻ്റെ അടിമയായിരുന്നല്ലോ. വിഷമങ്ങൾ പറയും, ബുദ്ധിമുട്ടുകൾ പറയും. അപ്പം നമുക്ക് അവരുടെ എല്ലാ ഇതും നമുക്ക് മനസ്സിലായ ശേഷം നമ്മുടെ ഓപ്പോസിറ്റ് പോയി നിന്ന് നമ്മളെ വല്ലതും പറയുമ്പോൾ നമുക്ക് അവരോട് തീർത്താ തീരാത്ത പക തോന്നും.
ആ പകയാണ് അവിടെ അപ്പാനി ശരത്ത് കാണിക്കുന്നത്. ആ പക വരേണ്ട കാര്യമില്ല. അത് കോമൺ സെൻസ് ആണ്. അത് ഇനി ആരെങ്കിലും ലൈഫിലേക്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ട. ഒരു വ്യക്തി നമുക്കൊപ്പം വന്നു നിന്നാൽ ആ വ്യക്തി നമ്മളെപ്പോലെ തന്നെയാണ്. നമ്മുടെ കഴിവില്ല എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം, പക്ഷെ ആ വ്യക്തി നമ്മളെപ്പോലെ തന്നെയാണ്. അയാൾ അയാളുടെ ബുദ്ധിമുട്ട് പറഞ്ഞു, അത് നമ്മൾ കേട്ടു. അയാൾ അപ്പുറത്ത് പോയി എന്തെങ്കിലും പറഞ്ഞാൽ നമ്മളോട് പറഞ്ഞാൽ അതേ സ്ട്രാറ്റജി അവിടെ ആക്കുന്നു. അത്ര ക്വാളിറ്റിയേ ഉള്ളൂ. നമ്മുടെ ലൈഫിൽ നമ്മുടെ സുഹൃത്തെന്ന് പറയാൻ യോഗ്യതയില്ലാത്ത ഒരു വ്യക്തി കളഞ്ഞേക്കുക എന്നതിനപ്പുറം അവൾ എന്നെ അപമാനിച്ചു, അവൾ എന്നെ ഇങ്ങനെ പറഞ്ഞു, അവൾ എന്നെ അനുസരിച്ചില്ല, അവൾ എന്നെ നോക്കിയില്ല എന്നൊക്കെ പറഞ്ഞ് അവളോടുള്ള ശത്രുത നമ്മുടെ മനസ്സിൽ വളർത്തുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ആ ഒരു വൈകൃതം അത് നമ്മുടെ ക്യാരക്ടറിനെ ബാധിക്കും. അതാണ് അപ്പാനി ശരത്തിന് സംഭവിച്ചത്. അപ്പാനി അത് ടെൻഷനായിട്ട് എടുക്കേണ്ട കാര്യമില്ല. അനുമോൾ നിന്റെ അടിമയൊന്നുമല്ല. അനുമോളിൻ്റെ വ്യക്തിത്വമുണ്ട്. ജിസേലിൻ്റെ അടുത്തും മറ്റുള്ളവരുടെ അടുത്തും അവൾ ചെറിയ നടിയാണ്, അവളുടെ സീരിയൽ ആക്ട്രസ് ആണ്. അപ്പാനിക്ക് അറിയുമോ അതുപോലും ആകാൻ കഴിയാതെ അതിനേക്കാൾ ഏബിളായ എത്രയോ പേര് അവിടേക്കൊന്നും എത്തിപ്പെടാൻ പറ്റാതെ കഷ്ടപ്പെടുന്നുണ്ടെന്ന്. അവൾ അവിടെ എത്തിയത് ചെറിയ കാര്യമൊന്നുമില്ല. അനുമോൾ ആ പൊസിഷനിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതൊരു ചെറിയ കാര്യമല്ല. ഒരു ആങ്കർ അത്ര, ഒരു കോമഡി ഷോ അത്ര. നിനക്കെന്താ അത് പുച്ഛം? എന്നാൽ നീ അങ്ങനെയൊന്ന് കാണിച്ചേ. നിന്റെ പെണ്ണുമ്പളെ എന്താ വീട്ടിൽ ഇരിക്കുന്നത്, നിന്റെ കൊച്ചുങ്ങളെ പ്രസവിച്ചുകൊണ്ട്? എന്താ അവൾക്ക് അങ്ങനെ പോകണമെന്ന് തോന്നിയില്ല? അവൾ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് അവളുടെ എബിലിറ്റി തന്നെയാണ്. അവൾ ബിഗ് ബോസ് ഷോയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് അവളുടെ എബിലിറ്റി തന്നെയാണ്. അവൾക്ക് അതിനുള്ള ആക്സെപ്റ്റൻസ് ഉണ്ട്. സത്യം പറഞ്ഞാൽ അനുവിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ അപ്പാനി നാറിയെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഇവനാണ് അവിടെ ഇരുന്നുകൊണ്ട് അവളെ ഡീഗ്രേഡ് ചെയ്യുന്നത്. അത് ജിസേലിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, അവളൊന്നുമില്ല, അവൾ വലിയ കാര്യമൊന്നും ആക്കണ്ട, ഒന്നുമില്ല. അത് എന്ത് അടിസ്ഥാനത്തിലാണ്? കൂടെ നിന്നപ്പോൾ കൊള്ളായിരുന്നോ, മാറി നിൽക്കുമ്പോൾ കൊള്ളൂല എന്ന് പറയുന്നത് തെണ്ടിത്തരമാണ്. കൂടുതൽ വിഷയങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു.